ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പോൾ മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്നപ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിന് വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8-ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിലാണ് നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്തുതന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക്, അതായത് ഈ വിഷുഫലത്തിൽ 2024 വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്തിരി ദോഷാധിക്യം വരുന്നതാണ്. കാരണം വെച്ച് പറഞ്ഞാൽ മകീര നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ മകീര നക്ഷത്രത്തിൻ്റെ തൊട്ട് അടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കും കൂടി അത് ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി കഴിഞ്ഞാൽ മകീരമാണല്ലോ. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കും ഈ വിഷുഫലത്തിൽ ബാധകമായിട്ടുള്ള ഈ ഫലമുണ്ട് എന്ന് പറയുന്നത്. വിഷുഫലത്തിൽ ആ നക്ഷത്രം ഏത് നക്ഷത്രങ്ങൾ വരുന്നുവോ ആ നക്ഷത്രത്തിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള നക്ഷത്രങ്ങൾക്ക് ദോഷഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അലച്ചിലുകൾ കൂടും, അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ വരും. ആ നടക്കുകയാണെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും നടക്കുക എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ആരോഗ്യപരമായിട്ടുള്ള രോഗാധിക്യ വർധനവ്, അതുപോലെ തന്നെ അസുഖങ്ങൾ, അതുപോലെ തന്നെ ഒന്ന് വിട്ടാൽ വേറെ ഒന്ന് എന്നുള്ള രോഗവർധനവ് എന്നിവയും അവരവർക്ക് വേണ്ടപ്പെട്ടവർക്കുള്ള ദോഷങ്ങളും എല്ലാം ഉണ്ടാവും എന്നുള്ള പറയുന്നത് വിഷുപസാലുള്ള, അതായത് ഈ വർഷത്തെ 2024 വർഷത്തെ 1999 വർഷത്തെ വിഷുഫലത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ഫലങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ള പറയുന്നത്. എന്നിരുന്നാലും അവരുടെ തൊഴിലിന് സംബന്ധമായിട്ടുള്ള മേഖലകൾക്കോ അല്ലെങ്കിൽ സന്താന സംബന്ധമായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഭാര്യ സംബന്ധമായിട്ടുള്ള ആളുകൾക്കോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. തൊഴിൽ മേഖല മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് ക്ഷീണങ്ങളെല്ലാം വരുവാനുള്ള സാധ്യത, ബിസിനസ് തകർത്ത് വരുവാനുള്ള സാധ്യത, സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ വരവ് ചെലവ് കണക്ക്, അതായത് കൊണ്ടുപോക്ക്, അതായത് സ്വർണ്ണാഭരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തു പോകാനുള്ള സമയത്ത് കസ്റ്റംസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തനത്തിൽ വന്നിട്ട് കുടുങ്ങുക, അതുപോലെ തന്നെ റെയ്ഡുകൾ നടക്കുക എന്നിവയെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ദോഷങ്ങൾ ബാധിക്കില്ല എന്നുള്ളതും കാണുന്നുണ്ട്. അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അത് കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതും കാണുന്നുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം. എന്നിരുന്നാലും അവരവർ ചെയ്യുന്ന തൊഴിലുകളിൽ ചിലപ്പോൾ കോട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനായാസപരമായിട്ട് അനാവശ്യ ചെലവുകളായിട്ട് ഒരുപാട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരവർ എഴുതി വച്ചിരിക്കുന്ന തിരക്കഥകളെല്ലാം മറ്റൊരാൾ കവർന്നെടുക്കുവാനുള്ള സാധ്യതകളും, അതായത് തസ്കര ബുദ്ധിയോടുകൂടിയിട്ടുള്ള ചിന്തകളും ഉണ്ടാകാനുള്ള സാധ്യതയും, ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വന്ന് കയറി മേരുവാനുള്ള സാധ്യതയും, അനാരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും, ഗവൺമെൻറ് തലത്തിൽ ജോലി എടുക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും, വക്കീലന്മാർക്കെല്ലാം വാക്ക് പിഴവുകൾ കൊണ്ട് കേസുകളെല്ലാം പരാജയപ്പെടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറുവാനായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം പറഞ്ഞു തരാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംബന്ധമായിട്ടുള്ള വരുമാനമാർഗം, അതായത് ധനവരവിനെ ചേർത്ത് നിൽക്കുവാനുള്ള കഷ്ടപ്പാടുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യത. സ്ഥാനഭ്രംശം പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും എടുത്തു മാറ്റുന്നത്. അതായത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിപ്പോൾ നാളെ തൊട്ട് ജോലിക്ക് വരണ്ട എന്ന് പറയും. അല്ലെങ്കിൽ കിട്ടിയ തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവിടുന്ന് പെട്ടെന്ന് സ്ഥലം മാറ്റം വരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഈ വിഷുഫലത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ അവരെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാപരമായിട്ട് ചിലപ്പോൾ കുഴപ്പമില്ല, അത് മറവി സംഭവിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. പഠിച്ച പഠിപ്പുകളെല്ലാം ചിലപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുന്ന സമയത്ത് മറഞ്ഞു പോകാനുള്ള സാധ്യതകൾ വന്നു ചേരുവാനും പരാജയ ഭീതി വരുവാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാന പദവികൾ അവരെ ആഗ്രഹിക്കാതെ തന്നെ തന്നെത്താൻ വരും എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് അവർ പറയുക പോലും വേണ്ട, അവർക്ക് പെട്ടെന്ന് വരും. പക്ഷേ ഉദ്ദിഷ്ട സ്ഥലത്തേക്കായിരിക്കില്ല, അവർക്ക് ഇഷ്ടമില്ല സ്ഥലത്തേക്ക് വേറെ ഒരു സ്ഥലത്തേക്കായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിൽ പ്രശ്ന മേഖലകളായി തീരുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ദൂരയാത്രകൾ കൊണ്ട് ഗുണമേന്മ വരുവാനുള്ള സാധ്യതകൾ മങ്ങിപ്പോകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും വരുമാന മാർഗത്തിന് തടസ്സമില്ലാതെ പോകുവാനും അനാരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ദൈവാധീനക്കുറവ് വരാതിരിക്കുവാനും വേണ്ടി ചെയ്യുന്ന പരിഹാര കർമ്മങ്ങളാണ് പറയുന്നത്. പരിഹാര കർമ്മങ്ങൾ പറഞ്ഞാൽ ശിവനിങ്കിൽ എല്ലാ മാസവും അവരവരുടെ നക്ഷത്രം, അതായത് രോഹിണി നക്ഷത്രം വരുന്ന സമയത്ത് ആ രോഹിണി നക്ഷത്രത്തിൽ രുദ്രാഭിഷേകം ശിവക്ഷേത്രത്തിൽ നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ അത് നടത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറേ അനായാസ പ്രയാസങ്ങളെല്ലാം ഒഴിവായി പോവുകയും സ്ഥാനഭ്രംശങ്ങളെല്ലാം പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിലും അധികം ദൂരമല്ലാതെ അവരവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരാനുള്ള സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് താനും. അതുപോലെ തന്നെ ദൂരയാത്രകൾ കൊണ്ടെല്ലാം ദോഷം വരാതിരിക്കുവാനും അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെടാതിരിക്കുവാനുമുള്ള സാധ്യതകളെല്ലാം ഈ രുദ്രാഭിഷേകം കൊണ്ട് തടയുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ടും തുളസിമാലയും നിവേദ്യ പൂജയും നടത്തി കഴിഞ്ഞു പറഞ്ഞാൽ ധനസംബന്ധമായിട്ടുള്ള മേഖലകളിലും സ്വർണ്ണാഭരണ സംബന്ധമായിട്ടുള്ള മേഖലകളിലും അതുപോലെ തന്നെ വരുമാന മേഖലകളിലും അതുപോലെ തന്നെ തസ്കര ഭയം മാറുവാനും ശത്രുദോഷം നീങ്ങുവാനും ഉള്ള പരിഹാരപരമായിട്ടാണ് ഈ പരിഹാരങ്ങൾ ചെയ്യുവാൻ പറയുന്നത്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് മൂലം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾക്കെല്ലാം കുറവ് വരും. അതായത് പൂർണ്ണമായിട്ട് മാറില്ല എന്നുള്ള പറഞ്ഞാൽ കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട്. അവരവരുടെ നക്ഷത്ര ദിവസം, രോഹിണി നക്ഷത്ര ദിവസമാണ് ഇത് ചെയ്തു വരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് വിദേശ സംബന്ധമായിട്ട് ഉള്ള ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അതിന് ക്യാഷ്, അതായത് വിസയ്ക്കോ മറ്റുള്ളതിനോ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഈ പരിഹാരങ്ങൾ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ജാതക പരിശോധന വേണം എന്നുള്ളതും ആണ് ഇതിൽ പറഞ്ഞു വരുന്നത്. വിഷുഫലത്തിൽ ഓരോരോ ആളുകൾ ആ വർഷം മുഴുവൻ നരയിക്കുന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ രണ്ട് പരിഹാരങ്ങൾ ചെയ്യുന്ന വർഷം വന്നിട്ട് ഈ രോഹിണി നക്ഷത്രക്കാർക്കുള്ള ദോഷങ്ങൾ കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് വരവ് ചെലവ് എന്ന് പറയുന്നത് തുല്യമാണ്. ചെലവ് 11 വരവ് 11. അപ്പോൾ മിച്ചമില്ല എന്നുള്ളത് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ 11 രൂപ ശിവക്ഷേത്രത്തിൽ നടക്കൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉള്ളം കയ്യിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 11 രൂപ മുൻ ഭാണ്ഡാരത്തിലും 11 രൂപ പിൻ ഭാണ്ഡാരത്തിലും കൊണ്ടുപോയി ഇടുക. പ്രാർത്ഥിച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ വരവ് ചെലവുകൾ തുല്യമല്ലാതെ വലുതും മിച്ചം വയ്ക്കുവാനുള്ള ലെവലുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.